ഹായ് ഹലോ അസ്സാം വലൈക്കും. നസ്ഫറുനിസ 27 എന്ന് പറഞ്ഞ ഞങ്ങളെ ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇങ്ങനെ കൈമൽ എന്താ നിങ്ങൾ കണ്ടല്ലോ, ഗൂഗിൾ ആഡ്സെൻസിലുള്ള പിൻ ലെറ്ററാണ് കേട്ടോ. അപ്പം ഈ പിൻ ലെറ്ററും അതുപോലെ തന്നെ സന്തോഷമുള്ള വേറെ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഷോർട്സിലിട്ട പോലെ നമുക്ക് യൂട്യൂബിൽ നിന്ന് പെരുന്നാളായിട്ട് ഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. 2 വ്യക്തികളാണ് കേട്ടോ നമുക്ക് അയച്ചു തന്നത്. ഒന്ന് നമ്മളെ ലൈവിലൊക്കെ വരുന്ന ജാസ്മിന എന്ന് പറഞ്ഞിട്ടുള്ള ID നിന്ന് വരുന്ന ആൾ, ഓരോ പേര് നൂർജഹാൻ, കൊല്ലത്താണ് കേട്ടോ. അവർ മക്കൾക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് അയച്ചു തന്നു. അതുപോലെ തന്നെ ഫൗമി എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബർ എനിക്ക് പെരുന്നാൾക്കുള്ള ഡ്രസ്സ് എടുത്തു തന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഗൂഗിൾ ആഡ്സെൻസിലെ പിൻ ലെറ്റർ പൊട്ടിക്കുകയാണ് കേട്ടോ. അതൊക്കെ നിങ്ങളെ മുന്നിൽ തന്നെ പൊട്ടിക്കണം, എപ്പോൾ കിട്ടുകയാണെങ്കിൽ നിങ്ങളെ കാണിച്ചിട്ട് പൊട്ടിക്കുള്ളൂ എന്നുള്ളൊരു ഇതിലായിരുന്നു കേട്ടോ. പിൻ ലെറ്ററൊക്കെ വലിയ കാര്യത്തിൽ പൊട്ടിച്ചു എടുത്തു വെച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചത്, പിൻ ലെറ്റർ എവിടെ അടിക്കണം, എവിടെ ആക്കണം, എവിടെ ആഡ് ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ആദ്യം ഇമെയിലായിട്ട് എനിക്കിങ്ങനെ പിൻ ലെറ്റർ അടിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തിരഞ്ഞു നോക്കിയിട്ടൊന്നും അത് കാണുന്നില്ല. ഞാൻ പതുക്കെ അത് സൈഡിലേക്ക് മാറ്റി വെച്ച്, പിന്നീട് ആരോടെയും ചോദിച്ചിട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് മാറ്റി വെച്ച്. എന്താ വെച്ചാൽ ഒരു പ്രാവശ്യം എൻ്റെ മോണി കട്ടായതിനോണ്ട് എനിക്ക് പേടി. അപ്പോൾ എന്ത് കാര്യമുണ്ട് ചാനലിൽ ചെയ്യാൻ, ഒരു ഇനിഷ്യൽ തിരുത്തിയതിൻ്റെ പേരിൽ നമ്മളെ മോണി കട്ടായത്. അപ്പോൾ ഈ പിൻ ലെറ്റർ എവിടെയോ കൊണ്ടുപോയി അടിച്ചിട്ട് ഇനിയും മോണിയൊക്കെ പോയി ആകെ വഷളാവാനാവില്ല. അപ്പോൾ ഏതായാലും വേണ്ടിയില്ല, ഇതാ നമ്മളെ കൊല്ലത്തുള്ള നൂർജഹാൻ താത്ത അയച്ചു തന്ന കുട്ടികൾക്കുള്ള ഡ്രസ്സ് പൊട്ടിക്കുക. അപ്പോൾ കുട്ടികൾ ഭയങ്കര ഹാപ്പി ആട്ടോ. അവർ ഡ്രസ്സ് എടുക്കൂല എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുള്ളിടത്തുനിന്ന് ഇങ്ങനെ ഡ്രസ്സ് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം. ലൈവിലൊക്കെ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു ഡ്രസ്സ് എടുക്കുന്നില്ല. അപ്പം ഞാൻ അതിനൊന്നും വല്ലാതെ സംസാരിക്കാറില്ല, ഡ്രസ്സ് എടുക്കണ്ടോ ഇല്ലേന്നൊന്നും പറയാറില്ല. അതുപോലെ ഞാൻ ഞങ്ങൾ യൂസാക്കുന്ന ഡ്രസ്സൊക്കെ ഞങ്ങളിതാ, എൻ്റെ മക്കളായാലും ഞാനിട്ടതായാലും ഒക്കെ ഡ്രസ്സൊക്കെ ഞങ്ങൾ വാങ്ങിയതല്ല കേട്ടോ. ഒക്കെ എൻ്റെ അമ്മമാരെ മക്കളത്, അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് ഇരുന്നിരുന്ന വീട്ടിലുള്ള ആൾക്കാരത്, അതുപോലെ എന്നെ അറിയുന്ന ഫ്രണ്ട്സുകളത്, കുട്ടികളുടെ ടീച്ചറെ മക്കൾ ഡ്രസ്സ്, അങ്ങനെ ഒരുപാട് അങ്ങനത്തെ ഡ്രസ്സുകളാട്ടോ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ആദ്യം അവിടെ ഇരിക്കുന്ന സമയത്ത് അവരെ പെങ്ങന്മാരെ ഡ്രസ്സുകൾ, പെങ്ങന്മാരെ മക്കളുടെ ഡ്രസ്സുകളൊക്കെ കേട്ടോ യൂസാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അധികം ഞങ്ങൾ ഡ്രസ്സ് വാങ്ങാറില്ല. പിന്നെ വർഷത്തിലൊരിക്കലും ഞങ്ങൾക്ക് വാഴക്കാട് ഹസ്ബൻഡിൻ്റെ നാട്ടിലുള്ള ആൾക്കാർ, പള്ളി കമ്മിറ്റിക്കാർ, അതുപോലെ ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലുള്ള ചില ആൾക്കാരൊക്കെ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് കൂപ്പൺ തരാറുണ്ടായിരുന്നു, ക്യാഷ് തന്നിട്ട്. അങ്ങനെയൊക്കെ വർഷത്തിലൊരിക്കലും ഞങ്ങൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം ആ ഒരു ഇതുമായിട്ട് വിട്ടല്ലോ. അപ്പോൾ ഞാനങ്ങനെ അവിടേക്ക് അങ്ങനെ അങ്ങോട്ട് പോവാറുമില്ല. നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മളെന്തോ ആവശ്യത്തിന് വേണ്ടി വരികയാണോ എന്നൊക്കെ എനിക്ക് തോന്നും. അപ്പോൾ അത് വേണ്ട വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് പോവാറില്ല. പോയാൽ അവരൊക്കെ എന്നെ സഹായിക്കാറുണ്ട്, ഹെൽപ്പ് ചെയ്യാണ്ട്. വഴക്കാടുള്ള ആൾക്കാർ എന്നോട് ഒത്തിരി ഇഷ്ടമാണ്, ഇപ്പോഴും ബഹുമാനം. അപ്പോൾ ഇതാ ഡ്രസ്സൊക്കെ പൊട്ടിച്ച് ചെറിയൊരു ഇഞ്ചി, പിന്നെ ചെറിയൊരു ഷേപ്പ് ആക്കേണ്ട ഒരു കുഴപ്പമില്ലാതെ, വേറെ ഡ്രസ്സിനും ഒന്നൊരു കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സ്. ഈ ഡ്രസ്സ് അയച്ച ആളുണ്ടല്ലോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് മരുന്നിന് പോലും ഇതില്ലാത്ത അവസ്ഥയിൽ. അപ്പോൾ അവർക്ക് ആരോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് കൊടുത്തപ്പോൾ അതിൻ്റെ മക്കൾക്ക് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് അയച്ചു തന്നതാട്ടോ. ഒരു പക്ഷേ എൻ്റെ ചാനലിനൊരു വളർച്ച ഉണ്ടാകുമ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതിലുള്ള ഒരു ആൾക്കാരാട്ടോ. പഠിച്ചവൻ അവർക്ക് ആരോഗ്യ ആയുസ് നീട്ടി കൊടുക്കട്ടെ, അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തിട്ട് എപ്പോഴും ഞാനും മക്കളും എന്ന് വെച്ചാൽ ഒരു നിത്യരോഗിയായിട്ട് മാറിയൊരു വ്യക്തിയാണ് ഇത് അയച്ചു തന്നത്. അപ്പോൾ ഇതാ ഫൗമി എന്ന് പറഞ്ഞൊരു യൂട്യൂബർ അയച്ചു തന്ന മാക്സി ആട്ടോ. അപ്പോൾ കഴിയുന്നവരൊക്കെ അവളെയും സപ്പോർട്ട് ചെയ്യുക. ഫൗമി എന്ന് പറഞ്ഞ ഇതാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പിന്നെ ആ പേര് ഞാൻ നൽകാം കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ഹെൽപ്പാക്കുക കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷം, ഒത്തിരി ഇഷ്ടമായി ഈ ഡ്രസ്സുകളൊക്കെ. ഭയങ്കര ഹാപ്പി ആട്ടോ ഈ ഡ്രസ്സ് ഞങ്ങൾക്ക് കിട്ടിയതിൽ. അതുപോലെ ആഡ്സെൻസിൽ നിന്ന് പിൻ ലെറ്റർ വന്നതും ഭയങ്കര സന്തോഷം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മളെ വീഡിയോ ഇന്നത്തെ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.